കർത്താവേ മാനവരക്ഷകനേ നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ മിശിഹാ കർത്താവേ മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ 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 കർത്താവേ നീ പരിശുദ്ധൻ മിശിഹാ കർത്താവേ ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി ഞാനെന്നും
ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, ആരാധനക്രമ മത്സരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഉപവാസത്തിൻ്റെ, പശ്ചാത്താപത്തിൻ്റെ, പരിത്യാഗത്തിൻ്റെയൊക്കെ പുണ്യദിനങ്ങളിലൂടെ നാം കടന്നു പോവുകയാണ്. നോമ്പിനെക്കുറിച്ച് സഭാപിതാക്കന്മാർ ഇപ്രകാരമാണ് പറയുന്നത്: നോമ്പിനാൽ പറുദീസായുടെ വാതിൽ തുറക്കപ്പെടുന്നു. അതിനെ ശരിയായി ആചരിക്കുന്നവർക്ക് മാലാഖമാരുടെ പ്രഭയും ഉയരങ്ങളിലേക്ക് കരയേറുവാൻ ആത്മീയ ചിറകുകൾ ലഭിക്കുന്നു എന്ന്. ഈ നോമ്പ് കാലത്തിൽ നന്മ പ്രവൃത്തികളിലൂടെ, പുണ്യവഴികളിലൂടെ ചരിച്ച് ഈശോയുടെ ജീവിതം കൂടുതൽ അടുത്ത് ധ്യാനിക്കാൻ തിരുസഭ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്നേ ദിവസം നോമ്പുമായി ബന്ധപ്പെട്ട 2 പ്രധാനപ്പെട്ട ചിന്തകളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, നോമ്പുകാലം എന്നത് രുചി വെടിഞ്ഞ് രുചി പകരാനുള്ള കാലമാണ്. രണ്ടാമതായി, നോമ്പ് എന്നത് ദൈവസ്നേഹം നമ്മിൽ നിറയുന്നതിനും ആ സ്നേഹം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുന്നതിൻ്റെ അനുഭവവും ആണ് എന്ന് തിരുസഭ നമ്മെ പഠിപ്പിക്കുകയാണ്. നോമ്പ് കാലത്തിൽ ഉപവാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പലപ്പോഴും നമ്മൾ വിചിന്തന വിഷയമാക്കാറുണ്ട്. രുചി വെടിഞ്ഞ് രുചി പകരാൻ ഈശോ നമ്മെ വിളിക്കുകയാണ്. ഉപവാസം എന്നാൽ കൂടെ വസിക്കുക എന്നാണ് എന്ന് നമുക്കറിയാം. ശരീരത്തിൻ്റെ മനസ്സിൻ്റെ ഇഷ്ടഭക്ഷണങ്ങളിൽ നിന്നും അകന്ന് ആത്മാവിനെ വിശപ്പകറ്റുന്ന ദൈവവചനം ഹൃദയത്തിൽ സ്വീകരിക്കാൻ ദൈവത്തോട് ചേർന്ന് വസിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഈ നോമ്പുകാലം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവം ആഗ്രഹിക്കുന്ന യഥാർത്ഥ ഉപവാസം എന്നത് ഇങ്ങനെ ഒരു ശാരീരിക നിയന്ത്രണത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാത്തതാണ്. പിന്നെയോ നമ്മുടെ ഉപവാസത്തിൻ്റെ ഫലം വന്നു ചേരേണ്ടത് നമ്മിലേക്ക് മാത്രമല്ല, അവ ചെന്നു ചേരേണ്ടത് സമൂഹത്തിലേക്കും, പ്രത്യേകിച്ച് മർദ്ദിതരിലേക്കും, പതിതരിലേക്കും, പാവപ്പെട്ടവരിലേക്കുമൊക്കെയാണ് ചെല്ലേണ്ടത് എന്ന തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ഇടയിലെ ഒത്തിരി പേരൊക്കെ നോമ്പെടുക്കുന്ന, പല ജാതി മതസ്ഥരൊക്കെ നോമ്പെടുക്കുന്നതൊക്കെ നമ്മൾ കാണാറുള്ളതാണ്. അവരൊക്കെ നോമ്പെടുത്തതിന് ശേഷം ആ പണം പാവങ്ങളെ സഹായിക്കാനായിട്ട് വിനിയോഗിക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. ഒന്നോർക്കുക, മനുഷ്യനെ ശുശ്രൂഷിക്കാതെ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്നത് അവിടത്തേക്ക് അസ്വീകാര്യമാണ്. എന്നാൽ ദൈവത്തെ പ്രീതിപ്പെടുത്താനുള്ള ഏറ്റവും എളുപ്പമാർഗം മനുഷ്യനെ ശുശ്രൂഷിക്കലാണ് താനും. ഒരിക്കൽ ഒരു പിതാവിൻ്റെ പണിസ്ഥലത്തേക്ക് കയ്യിൽ ഭക്ഷണവുമായി വന്ന മകൻ അപ്പനോട് പറഞ്ഞു, അപ്പന് ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയിൽ കപ്പ പുഴുങ്ങി മീൻകറിയോടൊപ്പം അമ്മ ഇന്ന് എൻ്റെ കൈ തന്നുവിട്ടിട്ടുണ്ട്, ചാച്ചന് തരാൻ, മുഴുവൻ കഴിക്കണം. സന്തോഷത്തോടെ ആ അപ്പൻ മകൻ്റെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങുമ്പോൾ ആ വഴി അപ്പോൾ ഒരു യാചകൻ വന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ വിശപ്പും ദാഹവും അയാളെ അലട്ടുന്നുണ്ടെന്ന് അപ്പന് തോന്നി. ഉടൻ തന്നെ അത് മുഴുവനും അയാൾ ആ യാചകന് കഴിക്കാൻ കൊടുത്തു. അയാൾ അത് ആർത്തിയോടെ മുഴുവനും കഴിച്ചു. ഇത് കണ്ട് മകൻ പറഞ്ഞു, അത് പ്രത്യേക ചേരുവയിൽ അപ്പന് വേണ്ടി മാത്രം അമ്മ ഉണ്ടാക്കിയതായിരുന്നു. ഇതിൽ നിന്ന് കുറച്ചെങ്കിലും അപ്പം കഴിച്ചിരുന്നെങ്കിൽ അമ്മയ്ക്കും കൊണ്ടുവന്ന എനിക്കും തൃപ്തിയാകുമായിരുന്നു. അപ്പനത് മുഴുവൻ അയാളെ തീറ്റി. അയാളാകട്ടെ എന്താണ് തിന്നതെന്ന് ഓർത്തുമില്ല. അപ്പൻ പറഞ്ഞു, പ്രിയ മകനെ, തിന്നുന്നവൻ എന്തറിയാൻ? അയാൾ വിശപ്പടക്കി, അത്രമാത്രം. എന്നാൽ ഞാനത് അയാൾക്ക് കൊടുത്തത് എന്തിനാണെന്ന് ദൈവത്തിന് തീർച്ചയായും അറിയാം. ആ പിതാവ് തുടർന്നു, മകനെ, നമുക്കിഷ്ടമുള്ളത് വേണ്ടാന്ന് വെച്ച് അവ ദാനം ചെയ്യുന്നത് വരെ നാം ഒരു പുണ്യവും നേടുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഈ നല്ല അപ്പൻ്റെ വാക്കുകൾ ഈ നോമ്പ് കാലത്ത് നമ്മുടെ മനസ്സിൽ ആഴത്തിൽ കുറിച്ചിടാം. മകനെ, നമുക്ക് ഇഷ്ടമുള്ളത് വേണ്ടാന്ന് വെച്ച് അവ ദാനം ചെയ്യുന്നത് വരെ നാം ഒരു പുണ്യവും നേടുന്നില്ല എന്നത്. അതുകൊണ്ട് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവ വേണ്ടാന്ന് വെച്ച് അവ ദാനം ചെയ്ത് പുണ്യം നേടുവാൻ, രുചി വെടിഞ്ഞ രുചി പകരാൻ ഈ നോമ്പ് കാലത്ത് ആത്മാർത്ഥമായി നമുക്ക് പരിശ്രമിക്കാം. ഒപ്പം പ്രകൃതിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട്
പഴയ ഇരകളെ പൊഴിച്ച് ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ദൂരെ എറിയാം. മനസ്സിൻ്റെ നവീകരണം വഴി നമ്മുടെ നല്ല ദൈവത്തിനടുത്തേക്ക് ചേർന്ന് നിൽക്കാം. യഥാർത്ഥ ഉപവാസത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാം. ചേർന്ന് നിൽക്കുന്നവരെ ചേർത്ത് നിർത്തുന്ന ദൈവത്തെ അനുഭവിക്കാനൊരുങ്ങാം. രണ്ടാമതായി, നോമ്പ് എന്നത് ദൈവസ്നേഹം നമ്മിൽ നിറയുന്നതിനും ആ സ്നേഹം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുന്നതിൻ്റെ അനുഭവമാണെന്ന് തിരുസഭ നമ്മെ പഠിപ്പിക്കുകയാണ്. 4 നദികൾ തമ്മിലുള്ള സംഭാഷണം ഇപ്രകാരം ചിത്രീകരിച്ചിരിക്കുന്നു. ഒരിക്കൽ വായിക്കാനിടയായതാണ്. യൂറോപ്പിലെ ഡാന്യൂബ് നദി അഭിമാനത്തോടും അഹംഭാവത്തോടും പറഞ്ഞു, ഞാനാണ് ഏറ്റവും വലിയ ഭാരങ്ങൾ വഹിക്കുന്നത്. ഓരോ ദിവസവും ഞാൻ എത്ര ഭാരമുള്ള കപ്പലുകളെയാണ് വഹിക്കുന്നത്. നൈൽ നദി പറഞ്ഞു, ഞാനാണ് ഏറ്റവും നീളമുള്ള നദി. ഞാൻ ഓരോ ദിവസവും 4000 മൈൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. ഗംഗാനദി അഭിമാനത്തോടെ പറഞ്ഞു, മനുഷ്യരെ പുണ്യമാക്കുന്ന കർമ്മമാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ പുണ്യജലത്തിൽ തങ്ങളുടെ പാപങ്ങൾ കഴുകിക്കളയാൻ ആയിരക്കണക്കിന് ജനങ്ങൾ നിത്യവും എൻ്റെ അടുക്കലെത്തുന്നു. 4ാമത്തെ നദി വളരെ ചെറുതായിരുന്നു. എന്തെങ്കിലും ഉപകാരമില്ലാത്തതായിരിക്കും ആ നദി പറയുക എന്ന് മറ്റു നദികൾ ചിന്തിച്ചു. എന്നാൽ ആ നദി പറഞ്ഞു, വലിയവരായ നിങ്ങൾ പറഞ്ഞതൊന്നും എനിക്ക് അവകാശപ്പെടാനില്ല. എന്നാൽ ഓരോ വർഷവും എൻ്റെ തീരങ്ങൾ കരകവിഞ്ഞൊഴുകും. ഞാൻ അടുത്തുള്ള പാടങ്ങളിലേക്കും കൃഷിസ്ഥലങ്ങളിലേക്കും വെള്ളവും വളക്കൂറുമുള്ള മണ്ണ് നൽകി അവിടെയെല്ലാം ഫലഭൂയിഷ്ടമാക്കുന്നു. അനേകരുടെ വിശപ്പകറ്റാനുള്ള വിളവുകൾ അവിടെ നിന്ന് ലഭിക്കുന്നു. ഞാൻ കവിഞ്ഞൊഴുകുക മാത്രം ചെയ്യുന്നു എന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ദൈവകൃപ, ദൈവസ്നേഹം നിറഞ്ഞിരിക്കുന്നു എന്ന തിരിച്ചറിവ് നാം സ്വന്തമാക്കുമ്പോഴേ അത് സമർത്ഥമായി മറ്റുള്ളവർക്ക് നൽകാൻ നമുക്കാവും. ഈശോ പറയുന്നുണ്ടല്ലോ, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകുവാനും അത് സമർത്ഥമായി ഉണ്ടാകുവാനുമാണ് എന്ന്. മിശിഹ അനുഭവം സ്വന്തമാക്കിയ ഒരുവന് മാത്രമേ പങ്കുവയ്പ്പിൻ്റെ അനുഭവം സ്വന്തമാക്കാനാവൂ. പങ്കുവയ്പ്പിൻ്റെ അനുഭവം സ്വന്തമാക്കിയവനെ പങ്കുവയ്ക്കാനാവൂ. ദൈവസ്നേഹത്താൽ നിറയാനുള്ള കാലമാണിത്. ദൈവസ്നേഹത്താൽ മറ്റുള്ളവരെ നിറയ്ക്കാനുള്ള കാലമാണിത്. അങ്ങനെ നമുക്ക് ഈ നോമ്പ് കാലം ഏറ്റവും അനുഗ്രഹപ്രദമാക്കാം. രുചി വെടിഞ്ഞ് മറ്റുള്ളവരുടെ ജീവിതങ്ങൾക്ക് രുചി പകരുന്നവരാകാം. ദൈവസ്നേഹത്താൽ നിറഞ്ഞ് ആ സ്നേഹാനുഭവം മറ്റുള്ളവരിലേക്ക് പകരാൻ കഴിയുന്നവരാകാം. അതിനായി നല്ല ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കാൽവരി കുന്നിലെ
സ്വീകരിച്ചാലും കാൽവരി കുന്നിലെ കാരുണ്യമേ കാവൽ വിളക്കാവുക. കൂരിരുൾ പാതയിൽ മാനവർക്കെന്നും നീ ദീപം കൊളുത്തിയിടുക. മാർഗം തെളിച്ചിടുക. കാരിരുമ്പാണി താണിറങ്ങുമ്പോൾ ക്രൂരരോടും ക്ഷമിച്ചവൻ നീ. കാരിരുമ്പാണി താണിറങ്ങുമ്പോൾ ക്രൂരരോടും ക്ഷമിച്ചവൻ നീ. നിന്റെ ചൈതന്യമീ പ്രാണനാളങ്ങളിൽ എന്നും ചലിക്കുന്ന ശ്വാസമല്ലോ. നിന്റെ വിലാപം പ്രപഞ്ചഗോളങ്ങളിൽ എന്നും മുഴങ്ങുന്ന ദുഃഖരാഗം. സ്വീകരിച്ചാലും എന്നെ സ്വീകരിച്ചാലും കാൽവരി കുന്നിലെ കാരുണ്യമേ കാവൽ വിളക്കാവുക. കൂരിരുൾ പാതയിൽ മാനവർക്കെന്നും നീ ദീപം കൊളുത്തിയിടുക. മാർഗം തെളിച്ചിടുക. കാൽവരി കുന്നിലെ കാരുണ്യമേ കാവൽ വിളക്കാവുക. കൂരിരുൾ പാതയിൽ മാനവർക്കെന്നും നീ ദീപം കൊളുത്തിയിടുക. മാർഗം തെളിച്ചിടുക. മാർഗം തെളിച്ചിടുക. മാർഗം തെളിച്ചിടുക. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് ഏറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ഈ നോമ്പ് കാലത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഞങ്ങൾ ഒത്തിരിയേറെ ആഗ്രഹിക്കുന്നവരാണ് രുചി പകരുന്നവരാകാൻ, സോദര സ്നേഹം പകരുന്നവരാകാൻ. സ്നേഹം മരണത്തേക്കാൾ ശക്തമാണ്. സ്നേഹത്തെ കാച്ചിക്കുറുക്കിയപ്പോൾ അത് ദിവ്യകാരുണ്യമായി, കൂദാശയായി. അതെ, സ്നേഹം മാംസം ധരിച്ച കൂദാശയാണ് ദിവ്യകാരുണ്യം. എല്ലാം നൽകിയിട്ടും ഗുരുവുമായി അന്ത്യത്താഴ വിരുന്നിൽ പങ്കുചേർന്ന ശിഷ്യന്മാർ വീണ്ടും ചോദിച്ചിട്ടുണ്ടാവും, നീ ഞങ്ങളെ വിട്ട് പോവുകയല്ലേ? ഞങ്ങൾക്ക് എന്നും ഓർക്കാൻ, ഓർമ്മകൾ മറക്കാതിരിക്കാൻ എന്തെങ്കിലും തരിക. അന്ത്യവിരുന്നിൽ ഈശോ ഓർത്തിട്ടുണ്ടാകും, എല്ലാം നൽകി, ഇനി എന്തു നൽകാൻ. എങ്കിലും കടന്നു പോകുന്നതിന് മുൻപ് എന്തെങ്കിലും നൽകുക തന്നെ വേണം. എന്നാൽ നൽകുന്നതാകട്ടെ ഇതുവരെ നൽകിയതിനേക്കാൾ ശ്രേഷ്ഠമാവുകയും വേണം. അനശ്വരമായ ഓർമ്മയാകണം. അതിനാൽ അവൻ്റെ മരണത്തിന് തലേ ദിനം പെസഹ വ്യാഴാഴ്ച തന്നെ അതിൻ്റെ പൂർണ്ണതയിൽ അപ്പമായി അവർക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു,
ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ, ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ. പ്രിയ സഹോദരരെ, നാം ഇപ്പോൾ ദിവ്യകാരുണ്യത്തിന് മുൻപിലാണ്, ദിവ്യകാരുണ്യ തണലിലാണ്. ഈ ദിവ്യകാരുണ്യനാഥൻ നാം പോലും അറിയാതെ നമ്മെ നോക്കുന്നുണ്ട്, തലോടുന്നുണ്ട്, ആശ്വസിപ്പിക്കുന്നുണ്ട്. നമ്മിലേക്ക് നിലയ്ക്കാതെ നിർഗളിക്കുന്ന ജീവധാരയായി അവിടുന്ന് ഒഴുകുന്നുണ്ട്. ഓ ദിവ്യകാരുണ്യമേ, നിനക്ക് ആരാധന, നിനക്ക് നന്ദി, നിനക്ക് സ്തുതി, നിനക്ക് പുകഴ്ച. അതിനർഹൻ നീ മാത്രം. നമുക്ക് ഈ നിമിഷം കൈകൾ കൂപ്പി ഹൃദയമുണർത്തി ശിരസ് നമിച്ച് നമുക്ക് ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സർവം സൃഷ്ടിച്ചവൻ, സകല ചരാചരങ്ങളെയും പരിപാലിക്കുന്നവൻ, സർവവും തന്നിട്ടല്ലേ സ്നേഹിക്കുന്നത്. തൻ്റെ മക്കളുള്ള സ്നേഹം അതിൻ്റെ പാരമ്യത്തിലെത്തിയപ്പോൾ ദൈവപിതാവ് ഇങ്ങനെ ചിന്തിച്ചു: തന്നിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ തൻ്റെ ഏകജാതനെ നൽകണം. അങ്ങനെ കരുണാവാരിധിയായ ദൈവം നമ്മുടെ രക്ഷയ്ക്കായി സഹിക്കാൻ, പീഡകൾ അനുഭവിക്കാൻ, രക്തം ചിന്താൻ തൻ്റെ സുതനെ തന്നെ നൽകി. കാരണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഓ എന്നെ സൃഷ്ടിച്ച, എന്നെ പരിപാലിക്കുന്ന, എന്നെ വീണ്ടും കരം വിടർത്തി സ്വീകരിക്കുന്ന നല്ല പിതാവേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവപുത്രനെ ദിവ്യകാരുണ്യത്തിൽ നമുക്ക് ആരാധിക്കാം. ഈശോയെ, നിന്നോളം കാരുണ്യം നാളിതുവരെ ഞങ്ങളോട് ആരും കാണിച്ചിട്ടില്ല. നീ കാരുണ്യമാണ്, അതെ ദിവ്യകാരുണ്യം. നീ സ്വർഗം വിട്ടിറങ്ങിയത് ഞങ്ങളെ വീണ്ടെടുക്കാൻ. നീ സ്നേഹിച്ചത് ഒരിക്കലും വറ്റാത്ത കറകളഞ്ഞ സ്നേഹം എന്തെന്ന് ഞങ്ങളെ പഠിപ്പിക്കാൻ. നീ വചനം നൽകിയത് ഞങ്ങളുടെ ഹൃത്തിലെ കൂരിരുൾ വചന വെളിച്ചത്തിലേറ്റാൻ. നീ സഹിച്ചത് ഞങ്ങളുടെ പാപഭാരത്താൽ ഞങ്ങൾ മരിക്കാതിരിക്കാൻ. നീ രക്തം ചിന്തിയത് ഞങ്ങൾക്ക് രക്ഷയുടെ കവാടം തുറന്നു നൽകാൻ. നീ ഇപ്പോൾ ഞങ്ങളുടെ മുൻപിൽ എഴുന്നള്ളിയിരിക്കുന്നത് ഇതെല്ലാം ശരിയാണെന്ന് പറയാൻ, ഞങ്ങളെ നോക്കി കാരുണ്യപൂർവ്വം തലയോടാൻ. അതിരുകളും അളവുകളുമില്ലാത്ത ഓ സ്നേഹമേ, ആഴിയുടെ ആഴത്തേക്കാൾ ആഴമുള്ള സ്നേഹമേ, കരകാണക്കടലോളം കരുണ ചൊരിയുന്ന ഈശോയെ, അങ്ങയ്ക്ക് ആരാധന, അങ്ങയ്ക്ക് സ്തുതി, അങ്ങയ്ക്ക് മഹത്വം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ ദിവ്യകാരുണ്യത്തിൽ ആരാധിക്കാം. ഓ പരിശുദ്ധാത്മാവേ, എല്ലാം അറിയുകയും എല്ലാം ശുദ്ധീകരിക്കുകയും എല്ലാം നവീകരിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെയും ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ജീവന് കാവന്നിരിക്കുന്നത് അങ്ങാണല്ലോ. ഞങ്ങൾ പോലും അറിയാതെ ഞങ്ങളുടെ കാലുകൾ കല്ലിൽ തട്ടിടാതെ ഞങ്ങളെ കാക്കുന്നുവല്ലോ. എത്ര വീഴ്ചകളിൽ നീ ഞങ്ങളെ കാത്തു, എത്ര അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു, എത്ര ദുഃഖങ്ങളിൽ നിന്ന് ഞങ്ങളെ കരകയറ്റി. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ പുതു സൃഷ്ടിയാക്കണമേ. ഞങ്ങളിൽ മാനസാന്തരത്തിൻ്റെ വിത്ത് വിതയ്ക്കണമേ. ഞങ്ങൾ ഇങ്ങനെയൊക്കെ ആയാൽ പോരാ, ഞങ്ങളിൽ മാറ്റമുണ്ടാകണം. പരിശുദ്ധാത്മാവേ, സഹായകനെ ഞങ്ങളെയും സഹായിക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ഈ നിമിഷം നമ്മുടെ മനസ്സും ഹൃദയവും ദൈവത്തിൽ അർപ്പിച്ച് നിശബ്ദമായി സ്തുതിയും വണക്കവുമേകി ദിവ്യകാരണത്തെ നോക്കി മനസ്സാ പ്രാർത്ഥിക്കാം. ദൈവമേ ആരാധന, ദൈവമേ നന്ദി, ദൈവമേ മഹത്വം.
ശരണം ശരണം മമ ഗുരുവേ കൃപ നീ തരണം അടിയങ്ങൾ നിൻ തിരുമുൻപിൽ ഒരു മനമോടെ. നല്ല ദൈവമേ നന്ദിയോടെ ഞാൻ തിരുസന്നിധി കൈതൊഴുന്നിതാ. നല്ല ദൈവമേ നന്ദിയോടെ ഞാൻ തിരുസന്നിധി കൈതൊഴുന്നിതാ. പാവനം നിൻ നാമം 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 പാരിലെങ്ങും പാടാം. പാടാം പാടാം. പാവനം നിൻ നാമം 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 പാരിലെങ്ങും പാടാം. പാടാം പാടാം. പാതിരാവിൽ പാൽനിലാവിൽ ദൂതവൃന്ദം പാടുമ്പോൾ. പാതിരാവിൽ പാൽനിലാവിൽ ദൂതവൃന്ദം പാടുമ്പോൾ. ആ ആ ആ കൂടെ വാഴും കൂടാരം തീർക്കും നാഥൻ കൺമണി പോൽ സ്നേഹിക്കും കാവൽ നിൽക്കും. കൂടെ വാഴും കൂടാരം തീർക്കും നാഥൻ കൺമണി പോൽ സ്നേഹിക്കും കാവൽ നിൽക്കും. ചിറകിൻ കീഴിൽ എന്നും അഭയം തേടാൻ തൂവലുകൾക്കുള്ളിൽ തലചായ്ച്ചിടാൻ. നിൻ ചിറകിൻ കീഴിൽ എന്നും അഭയം തേടാൻ തൂവലുകൾക്കുള്ളിൽ തലചായ്ച്ചിടാൻ. തൃക്കൈയിൽ ഹൃദയം നൽകാൻ തിരുമാറിൽ ചാരിയിരിക്കാം. തൃക്കൈയിൽ ഹൃദയം നൽകാം തിരുമാറിൽ ചാരിയിരിക്കാം. സ്നേഹമേ പറയൂ, സ്നേഹമേ കനിയോ. തിരുനാഥ ശരണം ശരണം മമ ഗുരുവേ കൃപ നീ തരണം അടിയങ്ങൾ നിൻ തിരുമുൻപിൽ ഒരു മനമോടെ. തിരുനാഥ ശരണം ശരണം മമ ഗുരുവേ കൃപ നീ തരണം അടിയങ്ങൾ നിൻ തിരുമുൻപിൽ ഒരു മനമോടെ. നല്ല ദൈവമേ നന്ദിയോടെ ഞാൻ തിരുസന്നിധി കൈതൊഴുന്നിതാ. നല്ല ദൈവമേ നന്ദിയോടെ ഞാൻ തിരുസന്നിധി കൈതൊഴുന്നിതാ. സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ മത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമത്തം നീ നിത്യമഹോന്നതമത്തം നീ. മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ. ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ മത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമത്തം നീ നിത്യമഹോന്നതമത്തം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും
കലേശാദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാ നിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. നിശിഹാദൻ പൂജിതമാ തിരുനാമം വാഴ്ത്തിടുവിൻ. സ്നേഹത്തിൻ ഉറവിടമാ തിരുഹൃദയം വാഴ്ത്തിടുവിൻ. പീഠത്തിൽ വാളരുളും മിശിഹായെ വാഴ്ത്തിടുവിൻ. രക്ഷകനാ മിശിഹാദം ദിവ്യമിടം വാഴ്ത്തിടുവിൻ. പരനിരയാൽ ഒളിവിതറും ദൈവാത്മാവിനെ വാഴ്ത്തിടുവിൻ. ദൈവത്തിൻ മാതാവാ കന്യാമേരിയെ വാഴ്ത്തിടുവിൻ. മറിയത്തിൻ നിർമ്മലമാ ഉത്ഭവം വാഴ്ത്തിടുവിൻ. സ്വർഗാരോപിതമാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ. നന്മലയാ കന്യകതൻ വല്ലഭനെ വാഴ്ത്തിടുവിൻ. സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ.